മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. UGC വിരുദ്ധ കൺവെൻഷനിൽ ഗവർണർ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് സന്ദർശനം. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, എന്തായിരുന്നു സന്ദർശന ഉദ്ദേശം? എത്രത്തോളം നിർണായകമാണ്? UGC വിരുദ്ധ കൺവെൻഷന് പിന്നാലെ ഒരു അതൃപ്തി വന്നതിന് ശേഷമാണല്ലോ ഈ ഒരു കൂടിക്കാഴ്ച. എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? ഈ UGC വിഷയത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും പുതിയ ഗവർണറുമായുള്ള ആദ്യ ഉരസൽ ഉണ്ടായിരിക്കുന്നത്. ആ ആദ്യ ഉരസലിനെ പൂർണ്ണമായും തന്നെ അതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നേരിട്ട് ഗവർണറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഗവർണർ ഈ കേന്ദ്രത്തിന്റെ UGCക്കെതിരായ പ്രമേയം പാസാക്കിയത്, ആ പ്രമേയം പാസാക്കിയതിനെതിരെ വലിയ വിമർശനം ഗവർണർ പരസ്യമായി തന്നെ സർക്കാരിനെതിരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ഗവർണർ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ കേന്ദ്രത്തിനെതിരായ അല്ലെങ്കിൽ UGCക്കെതിരായ എന്ന തരത്തിലുള്ള ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഗവർണറോട് മുഖ്യമന്ത്രി സമയം ചോദിച്ചിരുന്നു കാണാനായി. അതിനുശേഷം അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ രാജ്ഭവനിലെത്തി കണ്ടിരിക്കുന്നത്. ഈ UGC വിഷയം തന്നെയാണ് പ്രധാന ചർച്ചയായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വകാര്യ ബിൽ, വിദ്യാഭ്യാസ സ്വകാര്യ ബിൽ കൂടി, സർവകലാശാല സ്വകാര്യ ബിൽ കൂടി പൂർണ്ണമായും ഇനി അടുത്ത നിയമസഭയിൽ വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ബില്ലിനെ സംബന്ധിച്ചുള്ള കാര്യവും ഗവർണർക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സമന്വയത്തിനായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറുടെ അടുത്തേക്ക് എത്തുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. UGC കേന്ദ്ര സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ UGC വിരുദ്ധ കൺവെൻഷൻ, UGCക്കെതിരായ ഒരു കൺവെൻഷൻ നടത്തിയതിനെതിരെ നേരത്തെ തന്നെ ഗവർണർ വിവരങ്ങൾ സർക്കാരിനോട് ആരാഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നിന്ന് കൂടുതൽ ഗവർണറെ ഗവർണറുമായി അടുത്ത ബന്ധം പുലർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് രാജ്ഭവനിലെത്തി നേരിട്ട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം 15 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. ഈ കൂടിക്കാഴ്ചയിലുടനീളം സർക്കാരിന്റെ നിലപാടുകൾ, UGC വിഷയത്തിലെ സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഗവർണർ അത് കേന്ദ്ര വിരുദ്ധ നിലപാടുകൾക്കെതിരാണ്, പ്രത്യേകിച്ച് UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കൺവെൻഷനാണ് സംസ്ഥാനത്ത് നടന്നത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം മുഖ്യമന്ത്രിയെ ഗവർണർ നേരിട്ട് ധരിപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് മുഖ്യമന്ത്രി കാണാൻ എത്തിയ സമയത്ത് തന്നെ ഗവർണർ വിശദീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം സ്വകാര്യ സർവകലാശാല ബില്ല് അടുത്ത മാസം നിയമസഭയിലേക്ക് വരികയാണ്. നിയമസഭ അത് പാസ്സാക്കാനിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ബില്ലിനെ സംബന്ധിച്ചുള്ള കാര്യവും നിലവിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് മുന്നിൽ വ്യക്തമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.